അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 30-ാം വാക്യം. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും ഫിലിപ്പിയിൽ സുവിശേഷം അറിയിക്കുകയും വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയിലെ ഭൂതത്തെ ശാസിച്ച് പുറത്താക്കുകയും ചെയ്തപ്പോൾ അവരെ പട്ടണപ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. അവർ അപ്പോസ്തലന്മാരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് വളരെ അടിച്ചു. കാരാഗൃഹത്തിലാക്കുകയും ഏറ്റവും ഉള്ളിലുള്ള തടവറയിൽ കാൽ ആമത്തിൽ പൂട്ടുകയും ചെയ്തു. സ്വാഭാവികമായും അപ്പോസ്തലന്മാർ ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കാരാഗൃഹ പ്രമാണി അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നിട്ട് താൻ എങ്ങനെ രക്ഷ പ്രാപിക്കും എന്ന് ചോദിക്കുകയാണ്. അതിന് കാരണം സുവിശേഷം നിമിത്തം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിന്റെ ഉള്ളിൽ അപ്പോസ്തലന്മാർ കിടക്കുമ്പോൾ കാരാഗൃഹത്തിന്റെ പുറത്താണെങ്കിലും പലതിനാലും ബന്ധിക്കപ്പെട്ടും പാപത്തിന്റെ തടവറയിലുമാണ് കാരാഗൃഹ പ്രമാണി ആയിരിക്കുന്നത്. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിച്ചത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് തത്വചിന്തകനായ റൂസോ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയം. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ തടവറകളിലാണ് ഏറെ പേരും. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ലോകത്തിൽ ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും എന്ന് യേശു പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 8:36 വായിക്കുന്നു. ഈ സ്വാതന്ത്ര്യവും രക്ഷയും സകല മനുഷ്യർക്കും ആവശ്യമാണ്. കാരാഗൃഹ പ്രമാണിയാണെങ്കിലും താൻ ചങ്ങലകൾക്കുള്ളിലാണെന്നും തനിക്ക് രക്ഷ ആവശ്യമാണെന്നും ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞ് പൗലോസിനാൽ സുവിശേഷം കേട്ട് സ്വതന്ത്രനായതുപോലെ നമുക്കും സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ച് അതിൽ ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.